നമസ്കാരം. നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിലും വളരെ ശ്രദ്ധേറിയ ഒരു വാർത്ത ഇന്നലെ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഇസ്രായേലിനെതിരെ ഫലസ്തീനെ പിന്തുണച്ചുകൊണ്ട് അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുകയും ഇസ്രായേലിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാവുകയും ചെയ്തു എന്ന് ഇസ്രായേൽ സംശയിക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇസ്രായേൽ കൊടുത്തൊരു പണിയാണ്. ഗാസയിൽ നിന്നും ഒരു വിമാനം നിറയെ ആളെ ഇസ്രായേലിലെ ഒരു വിമാനത്താവളത്തിൽ നിന്നും നേരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് കയറ്റിവിട്ടു. ദക്ഷിണാഫ്രിക്കയിൽ ഒരു വിമാന കമ്പനി തന്നെയാണ് ചാർട്ടേഡ് ചെയ്ത് അവർ വിട്ടയച്ചതാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ദക്ഷിണാഫ്രിക്ക അറിയുന്നത് ഇങ്ങനെ കുറേ ആളുകൾ എത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അവരെയൊക്കെ പാർപ്പിക്കുകയും ചെലവ് കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ദക്ഷിണാഫ്രിക്കയുടെ തലയിലായി. ഗാസയ്ക്ക് വേണ്ടി ഫലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടിയതിൻ്റെ ഫലമാണത്. ഇത്തരം പല വാർത്തകളും നമ്മുടെ നാട്ടിൽ ആരും അറിയാതെ പോവാറുണ്ട്. ഗാസയ്ക്ക് വേണ്ടിയും ഹമാസിന് വേണ്ടിയും കണ്ണീരൊഴുക്കുന്ന ഇവരൊക്കെ അവരുടെ വീട്ടിലേക്ക് ഒരു ഫലസ്തീനിയെ കൊണ്ട് നിർത്തിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത്രയധികം ആവേശമുള്ളവർ കൊണ്ടുവരിക, ചെലവിന് കൊടുത്ത് അവരുടെ കുടുംബം നടത്തുക, അല്ലെങ്കിൽ അങ്ങോട്ട് ഏതെങ്കിലും ഒരു കുടുംബത്തെ സ്പോൺസർ ചെയ്ത് പണം അയച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊരു വോക്കിസത്തിൻ്റെ ലക്ഷണമാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭംഗിയായിരിക്കണം, നമുക്കെല്ലാ സൗകര്യങ്ങളും വേണം, എന്നാൽ മറ്റുള്ളവർ അതൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു പിന്തിരിപ്പൻ സങ്കല്പമാണ് വോക്കിസം. ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയമാണ് വോക്കിസ്റ്റുകൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ വോക്കിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ദുരന്തം, അവരുണ്ടാക്കുന്ന പ്രതിസന്ധി അവർ തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന ഒരു വോക്കിസ്റ്റ് മാധ്യമ സ്ഥാപനം BBC ആണ്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. ബ്രിട്ടനിലെ ജനങ്ങളുടെ നികുതി പണത്തിലാണെന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കണം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഗ്രാൻറ്റുകളുമുണ്ട്. ഒരു വർഷം ബ്രിട്ടനിൽ എല്ലാ മനുഷ്യരും 174 പൗണ്ട്, അതായത് 20,000-ലധികം രൂപ കൊടുക്കേണ്ടതുണ്ട് ലൈസൻസ് ഫീസ്. നിങ്ങളൊരു TV വാങ്ങിയാൽ അപ്പോൾ തന്നെ നോട്ടീസ് വരും. നിങ്ങൾ ഈ TV ലൈസൻസ് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 1,500 പൗണ്ട് പിഴയിടും എന്ന് പറഞ്ഞ് നോട്ടീസ് വരും. പിഴയിടുകയും ചെയ്യും. എല്ലാ മനുഷ്യരും നിർബന്ധമായും കൊടുക്കേണ്ട ഈ പണത്തിലാണ് BBC പ്രവർത്തിക്കുന്നത്. പക്ഷേ പൊതുജനങ്ങളുടെ വികാരമല്ല BBCയുടെ രാഷ്ട്രീയം. BBC പരമ്പരാഗതമായി ഒരു വോക്കിസ്റ്റ് രാഷ്ട്രീയം തുടർന്നു വരുന്നു. ഒരു സമീർ ഷായാണ് ഇപ്പോൾ BBCയുടെ ചെയർമാൻ. എക്കാലത്തും BBC ലെഫ്റ്റ് ലിബർ ഇസ്ലാമിക് വോക്കിസ്റ്റ് നയം പുലർത്തുന്ന മാധ്യമ സ്ഥാപനമാണ്. മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും അവർക്ക് വിഷയമേ അല്ല. കഴിഞ്ഞ വർഷം ലേബർ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ വോക്കിസത്തിനെതിരെ നിലപാടെടുത്ത കൺസർവേറ്റീവുകളായിരുന്നു ബ്രിട്ടൻ ഭരിച്ചിരുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളം. നമ്മുടെ ഋഷി സുനകും ബോറിസ് ജോൺസണും ഡേവിഡ് കാമറോണും തെരേസ മേയും ഒക്കെ അവരുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. പക്ഷേ ഇതൊന്നും BBCക്ക് ബാധകമല്ല. BBC സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. നിയമത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒക്കെ പഴുതുകളിലൂടെ അവർ വോക്കിസ്റ്റ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിത ട്രംപ് വിരോധികളാണ് BBCക്കാർ. ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ എക്കാലത്തും അവർക്ക് നിലപാടുണ്ട്. ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ എത്രമാത്രം സൗഹൃദമാണ് എന്നതൊന്നും അവർക്ക് വിഷയമേ അല്ല. ട്രംപിനോടുള്ള വിരോധം, ഹമാസിനോടുള്ള സ്നേഹം. ഹമാസിനെ അവർ ഒരിക്കലും ടെററിസ്റ്റുകൾ എന്ന് വിളിക്കില്ല. ബ്രിട്ടനും അമേരിക്കയും ഹമാസിനെ ടെററിസ്റ്റ് സംഘടനയായി പ്രഖ്യാപിച്ചതാണ്. ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ പോരാളികൾ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രിട്ടനിലെ മാധ്യമ സ്ഥാപനങ്ങൾ ടെററിസ്റ്റുകൾ എന്ന് തന്നെയാണ് ഹമാസിനെ അഭിസംബോധന ചെയ്യേണ്ടത്. പക്ഷേ BBC അത് ചെയ്യില്ല. BBC ഫൈറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ നികുതി പണം എടുത്തുകൊണ്ട് ജനങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമായി BBC മാറിപ്പോയിരിക്കുന്നു. BBCയുടെ അജണ്ട സംരക്ഷിക്കാൻ വേണ്ടി അവർ പല നുണവ്യാപാരങ്ങൾ നടത്താറുണ്ടായി. ട്രംപിനെതിരെ അത്തരം ഒരുപാട് നുണക്കച്ചവടം അവർ നടത്തിയിരുന്നു. ക്യാപിറ്റോൾ റൈറ്റ് എന്നറിയപ്പെടുന്ന രണ്ടാമത് മത്സരിച്ചപ്പോൾ ഉണ്ടായ തോൽവി അംഗീകരിക്കാതെയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ വലിയ വിവാദമായിരുന്നു. അവിടെ ട്രംപിന്റെ പ്രസംഗത്തെ കലാപത്തിന് വേണ്ടി നേരിട്ട് ആഹ്വാനം നടത്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില പ്രസംഗങ്ങൾ എടുത്ത് കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്ത് BBC സംപ്രേഷണം ചെയ്തു. ട്രംപ് പല സാഹചര്യത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെടുത്ത് ഒരുമിച്ച് എഡിറ്റ് ചെയ്ത് BBC സംപ്രേഷണം ചെയ്തൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് വലിയ വിവാദമാവുകയും BBC ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. BBC വാർത്താ അവതാരകരടക്കം ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ അടക്കമുള്ളവർക്ക് രാജിവെച്ച് പുറത്തു പോവേണ്ടി വന്നു. BBCയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ വിഷയം ചൂടുപിടിക്കുകയാണ്. BBCയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു ബോധപൂർവമായ എഡിറ്റഡ് ആയിട്ടുള്ള വ്യാജ വാർത്ത വന്നു എന്ന് തെളിഞ്ഞതോടെ ട്രംപ് $1 ബില്യൺ അമേരിക്കൻ BBCക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. BBC ഞെട്ടിപ്പോയി. BBCക്ക് അത് താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല. സർക്കാരിന്റെ നികുതി പണത്തിൽ ഒരു വിധത്തിൽ മുമ്പോട്ട് പോകുന്ന BBCക്ക് $1 ബില്യൺ നഷ്ടപരിഹാരം കൊടുക്കുക സാധ്യമല്ല. ട്രംപിന് അതിനുവേണ്ടി നിയമപോരാട്ടം നടത്താനുള്ള ശേഷിയുണ്ട് താനും. കാരണം BBC അമേരിക്കയിലുമുണ്ട്. അമേരിക്കയിൽ കേസ് നടത്തിയാൽ മതിയാവും. ഉടൻ തന്നെ BBC അപ്പോളജിയുമായി രംഗത്ത് വന്ന് മാപ്പ് പറഞ്ഞു ട്രംപിനോട്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കരുതേ, ഞങ്ങൾക്കത് താങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായി BBC ക്ഷമ ചോദിച്ചു. ട്രംപ് ഒന്നും മിണ്ടാതിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം BBCയുടെ ആനുവൽ സ്പീച്ച് ഉണ്ട്.
എല്ലാ വർഷവും BBC ഏതെങ്കിലും ഒരു പ്രമുഖനെ കൊണ്ടുവന്ന് പ്രസംഗം നടത്തിക്കുന്ന ഒരു പരിപാടി BBCക്കുണ്ട്. പലപ്പോഴും ഈ കൊണ്ടുവരുന്ന പ്രമുഖരെല്ലാവരും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാവും. അത്തരമൊരു ഡച്ചുകാരനെയാണ് ഇക്കറി കൊണ്ടുവന്നത്. അയാളുടെ പേര് റുത്ഗർ ബെർഗ്മാൻ എന്നായിരുന്നു. ഇയാൾ കടുത്ത വോക്കിസ്റ്റാണ്, കടുത്ത ട്രംപ് വിരുദ്ധനാണ്. ഇയാൾ ഇവിടെ വന്ന് BBCയുടെ പ്രസംഗത്തിൽ ട്രംപിനെതിരെ ആഞ്ഞടിച്ചു. 1930കളിൽ ജർമ്മനിയിൽ ഫാസിസം രൂപപ്പെട്ട അതേ സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ രൂപപ്പെടുന്നത്. ട്രംപും മസ്കും ബ്രിട്ടനിലെ നൈജൽ ഫറാജും ഒക്കെ ചേർന്ന് ലോകത്തെ മറ്റൊരു ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ജനാധിപത്യം ഇല്ലാതാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചു BBCയിലൂടെ ബെർഗ്മാൻ. ട്രംപ് ക്ഷുഭിതനായി. ട്രംപ് പറഞ്ഞു, നിങ്ങളുടെ മാപ്പും വേണ്ട കോപ്പും വേണ്ട, 1 ബില്യൺ അല്ല, നിങ്ങൾക്ക് ഞാൻ 5 ബില്യൺ വരെ നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്നലെ ട്രംപ് GB ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ ആഞ്ഞടിച്ചു, ബ്രിട്ടനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു, വെറുതെ വിടില്ല, നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും. ഈ കേസ് 5 ബില്യൺ, അതായത് ഏതാണ്ട് 45,000 കോടി രൂപ നഷ്ടപരിഹാരത്തിന് വേണ്ടി BBCക്കെതിരെ ട്രംപ് കേസ് കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബ്രിട്ടൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം. ഇന്റർവ്യൂവിൽ വളരെ ശ്രദ്ധേയമായി പലതും പറയുന്നുണ്ട്. ബ്രിട്ടൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ബ്രിട്ടന്റെ നിലനിൽപ്പ് അപകടത്തിലാവും. അനധികൃതമായി ബ്രിട്ടനിലേക്ക് എത്തുന്ന മനുഷ്യരെ പാർപ്പിക്കുന്ന നയം മാറ്റാൻ നിങ്ങൾ നിയമം കൊണ്ടുവരണം. അവരെ കൈയോടെ പിടികൂടി കൈവിലങ്ങ് വെച്ച് തടവിലാക്കണം. അമേരിക്ക അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു ദിവസം 1000 പേർ വെച്ച് ബ്രിട്ടനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അനധികൃതമായി ബോട്ടുകാർ, അവരെ സംരക്ഷിക്കുന്നത് ബ്രിട്ടനെ നശിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. ട്രംപിന്റെ വെല്ലുവിളി BBCയുടെ ഉറക്കം കെടുത്തുകയാണ്. അവർ നെട്ടോട്ടത്തിലാണ്. കാരണം ട്രംപ് കേസുമായി പോയാൽ ഈ വ്യാജ വാർത്തയാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ, ഇവർ എഡിറ്റ് ചെയ്ത് ഒപ്പിച്ച പണിയാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കോടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് താങ്ങാനുള്ള ശേഷി BBCക്കില്ല. എന്ന് മാത്രമല്ല, ലോകമെമ്പാടും BBC അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം വ്യാജ വാർത്തകൾ കൊടുക്കാറുണ്ട്. അവരൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ BBCയുടെ വ്യാജ വാർത്തയ്ക്ക് ഇരയായവരെല്ലാം ഒരുമിച്ച് രംഗത്തിറങ്ങിയാൽ BBCക്ക് പണി കിട്ടും. BBC അടച്ചുപൂട്ടേണ്ടി വരും. അതിന് ഉദാഹരണം മോദി തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 വീണ്ടും പ്രധാനമന്ത്രി ആവരുത് എന്ന് ആഗ്രഹിച്ച് 23 1 മണിക്കൂർ നീളമുള്ള 2 എപ്പിസോഡുകളായി BBC ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ആക്കാക്കി ചെയ്ത പ്രോഗ്രാം. ആ പരിപാടി കണ്ടിട്ടുള്ളവർക്കൊക്കെ ചോര തിളയ്ക്കും. 2 തരത്തിലാണ് പ്രതിഫലനം ഉണ്ടാവുന്നത്. മോദി വിരുദ്ധരാണെങ്കിൽ, മോദിയുടെ എതിർപ്പുള്ളവരാണെങ്കിൽ അവർക്ക് മോദിയോട് കടുത്ത ശത്രുത തോന്നും. 2 മോദിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മോദിയോട് വലിയ ആരാധനയും ഈ പറയുന്ന BBC സമ്പ്രദായത്തോട് വലിയ എതിർപ്പും തോന്നും. അത്രയ്ക്കും നീചനും നികൃഷ്ടനുമായ ഒരു ഭരണാധികാരിയായി, ഹിറ്റ്ലറെ കടത്തിവെട്ടുന്ന ഒരു ഭീകരനായാണ് മോദി അവർ ഈ 2 മണിക്കൂർ ഡോക്യുമെന്ററിയോട് ചിത്രീകരിച്ചത്. ആധികാരികമെന്ന് തോന്നിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ അക്കാലത്തെ ചില നിലപാടുകളൊക്കെ എടുത്ത് വലിയ അന്വേഷണത്തെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, മോദി ഒരു ഫാസിസ്റ്റ് ഭീകരനാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു ഭയാനകമായ ഡോക്യുമെന്ററി സീരീസ് അവർ പ്രസിദ്ധീകരിച്ചു. ഈ ഡോക്യുമെന്ററിയിൽ 2 എപ്പിസോഡായിരുന്നു. ഒന്ന് 20 വർഷം മുമ്പ് 2002 ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ, അന്ന് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റിട്ടുള്ളൂ. മോദി ആസൂത്രണം ചെയ്ത കൊലപാതക പരമ്പരയാണ്. 1000-ലധികം മുസ്ലിമുകളെ ഇല്ലാതാക്കാൻ, മുസ്ലിം വംശഗതിക്ക് വേണ്ടി മോദി ആസൂത്രണം ചെയ്തതായിരുന്നു ഗുജറാത്ത് കലാപം എന്ന തരത്തിൽ വലിയ തോതിൽ വ്യാജ കഥകൾ ഉണ്ടാക്കി മോദി ഒരു ഫാസിസ്റ്റ് ഭീകര ഭരണാധികാരിയെ ചിത്രീകരിച്ചു. അതായത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്നിക് ക്ലീൻസിംഗ് നടത്തി, വംശഗതിക്ക് വേണ്ടി പദ്ധതിയിട്ടു. അങ്ങനെ ഗുജറാത്ത് കലാപം നടത്തി. ആ കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമുകൾ അടിച്ചമർത്തി മോദി അധികാരത്തിൽ പിടിച്ചുമുറുക്കി. ഫാസിസ്റ്റ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തതൊക്കെ ഇന്ത്യയിലെ മുസ്ലിമുകളോടും ചെയ്ത് മോദി ജനാധിപത്യം അട്ടിമറിച്ച് ഭരിച്ചു എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ മോദി ഒരു ഭീകരനാക്കുന്ന ഒരു 1 മണിക്കൂർ പ്രോഗ്രാം ആദ്യ എപ്പിസോഡിൽ കൊടുത്തത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ, അതിപ്പോൾ BJP അല്ല ഭരിക്കുന്നത്, ഇന്ത്യയുടെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്, ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ അന്വേഷിച്ച് മോദിക്ക് ഒരു പങ്കുമില്ല എന്ന് കണ്ടെത്തിയതാണ്. ഗോദ്രയിലെ ട്രെയിനിന് തീപിടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ഗുജറാത്ത് കലാപം. ഗുജറാത്തിൽ ഇതിനു മുമ്പ് ഇത്തരം കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ കലാപങ്ങളുടെ തുടർച്ചയായിരുന്നു. കാരണം അതിന്റെ ആഘാതം വലുതായിരുന്നു. ഇതിനെ മോദി ആസൂത്രണം ചെയ്ത ഒരു നരഹത്യയായി, വംശഹത്യയായി ചിത്രീകരിക്കാൻ BBC ചെയ്തത്. 2014 മോദി അധികാരത്തിൽ വന്നത് ഈ വംശഹത്യയുടെ തുടർച്ചയാണെന്ന് പറയുന്നു. എന്നിട്ട് 2ാം എപ്പിസോഡ് ആദ്യ മോദി സർക്കാരിനെ കുറിച്ചല്ല, 2ാം മോദി സർക്കാരിനെ കുറിച്ചാണ്. 2019 2ാമത് മോദി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെ ഇല്ലാതാക്കി, ഇന്ത്യ എങ്ങനെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലാക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തുന്ന തരത്തിൽ ഫോക്കസ് ചെയ്തത് പൗരത്വ ഭേദഗതി നിയമവും കശ്മീരിലെ ഭരണഘടനാ പരിഷ്കരവുമായിരുന്നു. കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടെ ചില പ്രത്യേക പദവികൾ കൊടുത്തിരുന്നു. അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയിരുന്നു. BBCക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കശ്മീരിന്റെ മേൽ ഇന്ത്യ പിടിമുറുക്കിയപ്പോൾ
ഭരണഘടനാ ഭേദഗതിയിലൂടെ കശ്മീരിലെ ഭീകരരെ അടിച്ചമർത്തിയപ്പോൾ BBC-ക്ക് വേവലാതിയായി. കാരണം BBC ഒക്കെ സ്വപ്നം കാണുന്നത് സ്വതന്ത്ര കശ്മീരാണ്, ഇന്ത്യയിൽ നിന്നും വിമുക്തമായ കശ്മീരാണ്. അതിന്റെ പഴുതുകൾ അടച്ച് ഭീകരവാദികളുടെ വാതിൽ കൊട്ടി അടച്ചതോടെ BBC-ക്ക് വേവലാതിയായി. പിന്നീട് ഈ അടുത്ത കാലത്ത് ലഡാക്കിൽ ഒരു കലാപമുണ്ടായപ്പോൾ ഇന്ത്യ അടിച്ചമർത്തിയപ്പോൾ BBC-യുടെ വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. BBC അതിനുശേഷം എഴുതി, എന്തുകൊണ്ട് ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന കലാപങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കുന്നില്ല, ഇന്ത്യയിലെ യുവജനങ്ങൾ എന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല, ഇന്ത്യയിലെ യുവജനങ്ങൾ എന്തുകൊണ്ട് കലാപം നടത്തുന്നില്ല എന്നൊക്കെ ചോദിച്ച് BBC വാർത്ത ചെയ്തു. കാരണം അവരെ ഇത് വല്ലാതെ നിരാശപ്പെടുത്തിയിരുന്നു. ഈ ലഡാക്കിലെ കലാപം പടരുമെന്നും അങ്ങനെ മോദി സർക്കാരിനെതിരെയുള്ള ഒരു വിപ്ലവമായി മാറുമെന്നും എന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. വാസ്തവത്തിൽ BBC അടക്കമുള്ളവരുടെ ആഗ്രഹത്തിന് കടക്കൽ കത്തിവെച്ചുകൊണ്ട് ലഡാക്കിലെ കലാപത്തിന്റെ മുളയിലെ തന്നെ ഇന്ത്യ നുള്ളിക്കളഞ്ഞു. അത്തരത്തിലുള്ള ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ടാണ് കശ്മീരിലെ ഭരണഘടനാ ഭേദഗതി കശ്മീരിന്റെ സ്വതന്ത്രാധികാരം എടുത്തു കളഞ്ഞത് എന്തോ വലിയ പാതകമാണ്, മുസ്ലിം വേട്ടയുടെ ഭാഗമാണ്, വംശഹത്യയുടെ തുടക്കമാണ് എന്ന് BBC റിപ്പോർട്ട് ചെയ്തത്. അത് മാത്രമല്ല, അതിൻ്റെ അകത്തെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രാജ്യത്തെ ഒരു നിയമപരിഷ്കാരം നടത്താൻ അവർക്ക് കഴിയും. ബ്രിട്ടൻ അടക്കമുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളും കുടിയേറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയവരെ നിയന്ത്രിക്കാൻ പൗരത്വ ഭേദഗതി നിയമം നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഒരു പൗരനും അവന്റെ നിലനിൽപ്പ് ബാധിക്കാത്ത തരത്തിൽ ഈ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ പാതകമാണ്, മുസ്ലിം വംശഹത്യയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് വ്യാജമായി ചിത്രീകരിച്ചാണ് BBC അവരുടെ രണ്ടാമത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. ഇന്ത്യ അപ്പോൾ തന്നെ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്ത്യയിൽ ആ ഡോക്യുമെന്റുകൾ നിരോധിച്ചിരുന്നു. എന്നാൽ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഇടപാടുകൾ. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപിന്റെ വഴിയെ പോയാൽ BBC-ക്ക് ഉത്തരം പറയേണ്ടി വരും. BBC പറഞ്ഞിരിക്കുന്ന പച്ചക്കള്ളങ്ങൾ, അതിനുവേണ്ടി അവർ മോദിയുടെ പ്രസംഗം അടക്കമുള്ളവ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവാം, തീർച്ചയായും ഉണ്ടാവും. മോദി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തി തീർത്തിട്ടുണ്ടാവാം. ഇല്ലാത്ത രേഖകൾ ആധികാരികമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. മോദിയെ അപമാനിക്കാൻ വേണ്ടി മോദി ഭയങ്കര കുഴപ്പക്കാരനാണ്, ഇവിടെ മുസ്ലിം വംശഹത്യ നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെ പൊളിച്ചു കളയാൻ പറ്റും. കാരണം ഇന്ത്യയിൽ മോദിയുടെ ഭരണം വന്നതിന് ശേഷം മുസ്ലിമുകൾക്ക് മാത്രമേ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. എക്കാലത്തും എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരുപാട് ജനസംഖ്യയുള്ള രാജ്യത്തെ എല്ലാ മതക്കാരും ആക്രമിക്കപ്പെടാറുണ്ട്, വർഗീയ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ മോദിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ BJP അധികാരത്തിൽ വന്നതുകൊണ്ട് മുസ്ലിം ജനതയെ തപ്പിപ്പിടിച്ചു കൊന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഹിറ്റ്ലറിന്റെ അവതാരമാണ് മോദി. അത്തരത്തിൽ മുസ്ലിം വംശഹത്യയ്ക്ക് മോദി നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ നിയമപരമായി നേരിടേണ്ടതാണ്. ട്രംപ് BBC-ക്കെതിരെ നിയമ പോരാട്ടം നടത്തുമ്പോൾ മോദിയും അത് ചിന്തിക്കേണ്ടതാണ്. മോദി കൂടി അങ്ങനെ രംഗത്തിറങ്ങിയാൽ മാത്രമേ BBC പാഠം പഠിക്കൂ. ഒരു വശത്ത് ട്രംപും മറുവശത്ത് മോദിയും കൃത്യമായ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയാൽ BBC അടച്ചുപൂട്ടി ഓടേണ്ടി വരും. BBC-ക്ക് ഒരുപാട് കാലം ഇത്തരം കള്ളങ്ങൾ വിറ്റ് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. വോക്കിസത്തിന് പിടിയിലമർന്നിരിക്കുന്ന BBC-ക്ക് സ്വയം വെളിപാടുണ്ടായി രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ പാഠം പഠിപ്പിച്ച് വേണം അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ.